ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൊന്മുടിയിലാണ്. നമ്മൾ നേരെ മീൻമുട്ടിയ നേരെ പൊന്മുടിയിലോട്ട് ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വെച്ചാൽ പൊന്മുടിയിലോട്ടാണ് ഗൈസ്. അപ്പോൾ കുറേ കാലമായിട്ട് പൊന്മുടി പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ പൊന്മുടിയിലോട്ട് പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ അറിയാമല്ലോ എല്ലാവർക്കും, മീൻമുട്ടി പോകുന്ന വഴിക്കാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ചൂട് ടൈമൊക്കെ നമുക്കൊന്ന് കുളിച്ചിട്ട് നേരെ പൊന്മുടിയിലോട്ട് പോയാലെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ അവിടെ മീൻമുട്ടി എത്തിയിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ പഴയതുപോലെയല്ല, പെട്ടെന്നൊന്നും ഇപ്പോൾ ടിക്കറ്റ് കിട്ടുന്നില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് വണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മൂസിം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് കിട്ടി എൻ്റർ ചെയ്ത് നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് മീൻമുട്ടിയിലാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഭയങ്കര ക്രൗഡായിരുന്നു കേസ്. നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷെ അത്രയ്ക്ക് ആളുണ്ടായിരുന്നു. ചൂട് ടൈമും കൂടിയല്ലേ. അപ്പോൾ എല്ലാവരും കുളിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഞാൻ മാത്രമാണ് ഇറങ്ങാത്തത്. അപ്പോൾ അവരെല്ലാവരും ഇറങ്ങിയപ്പോൾ കേസ് നമ്മൾ നേരെ മീൻമുട്ടിയ നേരെ പൊന്മുടിയിലോട്ട് ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാല് ഇതുവരെ ഫോഗൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. എന്നാലും ക്ലൈമറ്റ് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവല്ലോ, നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പോൾ കേസ് നമ്മൾ ഓൾമോസ്റ്റ് ഹെയർ പിന്ന് കയറി ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴ്ന്നു വരുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ക്ലൈമറ്റ് ഇത്രയും നന്നായിട്ട് ചേഞ്ച് ആവുന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. നമുക്കവിടുന്ന് കയറുമ്പോൾ അത്ര നല്ല ക്ലൈമറ്റ് അല്ലായിരുന്നു. പക്ഷെ മേലിൽ എത്തിയപ്പോൾ കേസ് അടിപൊളി ക്ലൈമറ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ടൈം 4 മണി ആയിട്ടുള്ളൂ. എന്നാലും ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റാണ്. എല്ലാവരും ഉണ്ട്. നമ്മൾ ഈ പൊന്മുടി എത്തുന്നതിന് മുന്നേ ഏകദേശം നമ്മളൊരു ചായക്കടകളൊക്കെ ഒരുപാടുള്ള സ്ഥലത്തുനിന്ന് ഉള്ളിലോട്ട് റോഡുണ്ട്. ആ റോഡ് കയറുമ്പോഴത്തേക്ക് ഒരു ഹിഡൻ സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ്. പക്ഷേ എല്ലാവരും ഏറ്റവും കൂടുതൽ വന്നിരുന്ന് ഫോട്ടോ എടുക്കുന്നതാണെങ്കിലും അങ്ങനെ ഒരുപാട് നമുക്ക് പിക്ചേഴ്സ് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണത്. അതുപോലെ വീഡിയോസ് എടുക്കാനാണെങ്കിലും പറ്റിയൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് പൊന്മുടി കയറുന്നതിന് മുന്നേ ഇപ്പോൾ അറിയാവുന്നുള്ള എല്ലാവരും അവിടെ കയറിയിട്ടേ പോവുള്ളൂ. എന്ന് വെച്ചാൽ പൊന്മുടിയിലെ ഒരു ഹിഡൻ സ്പോട്ട് പോലത്തെ സ്ഥലം തന്നെയാണ്. ഹിഡൻ സ്പോട്ട് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടുള്ള സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് എത്ര പോലും അടുക്കാത്തൊരു സ്ഥലം കൂടിയാണ് കേസ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ക്ലൈമറ്റ് ഉണ്ടോ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഉള്ള ക്ലൈമറ്റ് അല്ല, ശരിക്കും ക്ലൈമറ്റ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അത്രയ്ക്ക് തണുപ്പൊന്നും ഇല്ലെങ്കിലും ക്ലൈമറ്റ് നമുക്കൊരു പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ക്ലൈമറ്റ് മാറിയിട്ടുണ്ട്. അതിനിടയിൽ കൂടി തന്നെ ഒരുപാട് റൈഡേഴ്സ് തന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നിട്ട് കേസ് നമ്മൾ നേരെ മേലോട്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു സ്ഥലമുണ്ട് കേസ്. അപ്പോൾ നമ്മളും കൂടി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റിയുടെ മേലിൽ നമ്മൾ അങ്ങോട്ട് കയറി പോവാണ് കേസ്. അപ്പോൾ പൊയ്ക്കോട്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ നേരെ അറിയാമല്ലോ, നമ്മൾ ആ വ്യൂ പോയിന്റ് ഇല്ല, വ്യൂ പോയിന്റും ആ ഒരു ഹിഡൻ സ്പോട്ടില്ല, അതിനടുത്ത് തന്നെ നമുക്ക് ഒരുപാട് ചായക്കടകളുണ്ട്. നമ്മൾ എപ്പോഴും പോയാലും അവിടെ നിന്ന് തന്നെയാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആ ചായയൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേസ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് കഴിക്കാൻ വേണ്ട. അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം പഴംപൊരിയും അതുപോലെ കേക്കും മറ്റെന്താണ് നെല്ലിക്ക, തേനിലിട്ട് നെല്ലിക്ക, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ ബ്രെഡ് ഓംലെറ്റ് വാങ്ങിച്ച് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് അപ്പോൾ അതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാണ് കേസ്. സത്യം കേസ് അത് നല്ല ചൂടുണ്ടായിരുന്നു. എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ പൊള്ളി പോയി. കഴിക്കുന്നതിനിടയിൽ തന്നെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നതോ നോക്കും അവിടെ ഒരു മാൻ. അപ്പോൾ ഏത് വർഗത്തിൽപ്പെട്ട മാനാണെന്നൊന്നും അറിയില്ല. നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം ചായ കുടിക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. വാഴക്കപ്പം, ബജ്ജി, ഓൾമോസ്റ്റ് എല്ലാം കഴിച്ചു. അപ്പൊ നമുക്ക് പൊന്മുടി കയറാൻ പറ്റി. അവിടെ ശരിക്കും എത്തി. നമ്മള് ബ്ലോക്ക് ഓൾമോസ്റ്റ് നമ്മളവിടെ എത്തി. പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടില്ല. ചില അവിടെ പാർക്കിങ്ങിന് എന്താണ് പ്രശ്നം നമുക്ക് അറിയില്ല. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മള് മീൻമുട്ടി പോയിട്ട് അത്യാവശ്യം എൻജോയ് ചെയ്തല്ലേ. അത്യാവശ്യം മീൻമുട്ടി ഞാൻ കുളിച്ചില്ലെങ്കിൽ ഇവരെല്ലാരും കുളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനവിടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ കുളിക്കുന്നതിനൊക്കെ അപ്പൊ നമ്മളെ ചാനലിൽ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.